ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗെയ്സ്, അപ്പോൾ കുരുമുളക് വലിക്കാനായിട്ട് ഞാൻ തോട്ടത്തിലേക്ക് വന്നിരിക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ വല്ലതും കൊഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് കളക്ട് ചെയ്യണം. നോക്കുമ്പോൾ തേങ്ങ നമുക്ക് ഒരെണ്ണം പോലും കിട്ടിയില്ല. പക്ഷേ കുരുമുളകുണ്ട്. എന്നിരുന്നാലും മുമ്പത്തെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി കുരുമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുരുമുളക് വലിക്കാനായിട്ട് തുടങ്ങുവാണ്. കുറച്ചൊക്കെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൊള്ളാവുന്നതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഏണി ഇല്ലാത്തതുകൊണ്ട് ഉയരത്തിൽ പോയിരിക്കുന്ന കുരുമുളക് വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മുടെ കൈ എത്തുന്ന അത്രയും അടുത്തുള്ളതെല്ലാം നമ്മൾ വലിച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് വല്ല തോട്ടി ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർഗം ഉപയോഗിച്ചിട്ടേ വലിക്കാൻ നിർവാഹമുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു നീളത്തിലൊരു വടി കിട്ടിയപ്പോൾ ഞാനത് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു തോട്ടിയുടെ രൂപത്തിലാക്കിയിട്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് പരമാവധി വലിക്കാം, ബാക്കി നമുക്ക് പിന്നീട് ഒരിക്കൽ വന്ന് വലിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അങ്ങനെ കുറച്ചൊക്കെ വലിച്ചു. ഈ കാണുന്ന അത്രയും കുരുമുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, വളരെ വളരെ കുറവാണ് നമുക്ക് കുരുമുളക് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മളൊരു 4-5 തൈ നട്ടിട്ട് അതിലാകെ ഒരെണ്ണത്തിൽ മാത്രമാണ് അത്യാവശ്യം കുരുമുളക് നമുക്ക് വലിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരെണ്ണത്തിൽ പോലും കണി കാണാൻ പോലും ഒരു തിരി ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് വലിച്ചിട്ട് പോയതാണോ എന്താ സംഭവം നമുക്കറിയത്തില്ല. നമ്മളെപ്പോഴും ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ വലിച്ചെടുത്തു. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കടയിൽ കയറി വെയിറ്റ് നോക്കി. അപ്പോൾ 645 ഗ്രാം ഉണ്ടായിരുന്നു. ഇനി ഇത് ഉണങ്ങി വരുന്ന സമയത്ത് പകുതി വെയിറ്റെങ്കിലും കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല. പിന്നെ നമ്മളെ വീട്ടിൽ കുറച്ചുള്ളതൊക്കെ വലിച്ചതുപോലെ ഉണക്കിയെടുത്തു. അപ്പോൾ അതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം.